നമസ്കാരം. അക്കൗണ്ടൻസിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു മാസത്തോളമായി. ഇതുവരെ നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ തന്നെ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ദൗർഭാഗ്യകരം. ഏകദേശം 2 ക്ലാസ്സുകളാണ് തോന്നുന്നുണ്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. എന്തായാലും ഇന്നത്തെ ഡിസ്കഷനോടുകൂടി ഒന്നാമത്തെ ചാപ്റ്റർ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നും നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കതുമായി ബന്ധപ്പെട്ട എക്സസൈസുകളും മറ്റും ഡിസ്കസ് ചെയ്യാൻ സാധിച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സോടുകൂടി ഒന്നാമത്തെ ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും പൂർത്തീകരിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിലെ മറ്റു പാഠഭാഗങ്ങൾ നിങ്ങളുമായി ഡിസ്കസ് ചെയ്യുന്നതിനാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. +1 വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും പുതുമയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതായത് അക്കൗണ്ടൻസി ഇവിടുന്ന് അങ്ങോട്ട് അവസാനം വരെ പഠിക്കണമെങ്കിൽ നമ്മൾ അക്കൗണ്ടൻസിൽ കേൾക്കേണ്ട അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട നിരവധിയായിട്ടുള്ള വാക്കുകളും അതേപോലെ തന്നെ അർത്ഥങ്ങളും എല്ലാം ഉണ്ട്. അത്തരം കാര്യങ്ങളെയൊക്കെ നിങ്ങളുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യുക എന്നതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ ഇതിൽ പറയുന്ന A to Z എല്ലാ കാര്യങ്ങളും അതിയായ പ്രാധാന്യമുള്ളതാണ്. ഓരോ വാക്കുകളും എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാനും അതിൻ്റെ എക്സാമ്പിളുകൾ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാനും പ്രത്യേകം ശ്രമിക്കണമെന്ന് നിങ്ങളോട് ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇമ്പോർട്ടൻ്റ് ടേംസ് ഇൻ അക്കൗണ്ടിങ്ങിൽ യൂസ് ചെയ്യാറുള്ള പ്രധാനപ്പെട്ട ടേംസ്, പദങ്ങൾ ഏതൊക്കെയാണ്, അത്തരത്തിലുള്ള ടേംസ് അല്ലെങ്കിൽ വേർഡുകൾ എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിന് ഒന്നാമത്തെ എക്സാമ്പിൾ 1 അസറ്റുകൾ. അസറ്റ് എന്താണ്? അസറ്റ് എന്നുള്ള വാക്കിന് അർത്ഥം, അസറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മലയാളം മീനിങ് ആസ്തി എന്നാണ്. ആസ്തി നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട്. നമ്മുടെ ചില ആളുകളൊക്കെ പരാമർശിക്കുമ്പോൾ അവർ നല്ല സ്വത്തുള്ള ആളുകളാണെന്ന്. അപ്പോൾ ഇത്തരത്തിൽ സ്വത്ത് അല്ലെങ്കിൽ ആസ്തി ഇതിനൊക്കെയാണ് സാധാരണഗതിയിൽ അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളെപ്പോഴാണ് ഒരാളെ കയ്യിൽ നല്ല സ്വത്തുണ്ട് എന്ന് പറയാം? എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവണം? ഒന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമുണ്ടാവണം. ധാരാളം പണമുണ്ടെങ്കിൽ നമ്മൾ പറയും നല്ല സ്വത്തുകാരനാണ്. മറിച്ച് ഒരാൾക്ക് കയ്യിൽ വെക്കാവുന്ന പണത്തിന് നമ്മുടെ രാജ്യത്ത് നിയമമുണ്ടല്ലോ. ഇത്രയും ഒരു പരിധിയിൽ കൂടുതൽ പണം കയ്യിൽ വെക്കാൻ പാടില്ല എന്ന നിയമം നിലനിൽക്കെ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ അദ്ദേഹം ഈ പൈസയൊക്കെ ചിലപ്പോൾ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറേ വസ്തുക്കളാവാം ചിലപ്പോൾ ഉണ്ടാവാം. കുറേ ഗോൾഡ് ഉണ്ടാവാം, കുറേ ബിൽഡിംഗ് ഉണ്ടാവാം, കുറേ ലാൻഡ് ഉണ്ടാവാം. അതേപോലെ തന്നെ മറ്റു ബിസിനസ്സിൽ കുറേ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാവാം. അപ്പോൾ അവിടെ പണത്തെ മാത്രം അടിസ്ഥാനമാക്കിയിട്ട് ഒരാളുടെ കയ്യിൽ നല്ല സ്വത്തുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഏത് വസ്തുക്കളും ധാരാളം ഉണ്ടെങ്കിൽ അവരെയും നമ്മൾ എന്ത് പറയും? അദ്ദേഹത്തിൻ്റെ കയ്യിൽ നല്ല സ്വത്തുണ്ട് എന്ന് നമ്മൾ പറയും. അപ്പോൾ അസറ്റ് അല്ലെങ്കിൽ സ്വത്ത് എന്ന് പറയുമ്പോൾ ക്യാഷോ അല്ലെങ്കിൽ ക്യാഷുകളുടെ മൂല്യമുള്ള സാധനങ്ങളോ ആവാം. ക്യാഷോ അല്ലെങ്കിൽ ക്യാഷ് ആക്കാൻ പറ്റുന്ന സാധനങ്ങളെയോ പറയുന്ന പേരാണ് അസറ്റുകളെന്ന്. ക്യാഷിൻ്റെ മൂല്യമുള്ള സാധനങ്ങളെയോ പറയുന്ന പേരാണ് അസറ്റ്. ഇവിടെ നോക്കുക, അസറ്റിൻ്റെ ഡെഫിനിഷനാണ് പറയുന്നത്. അസറ്റ് എന്ന് പറയുമ്പോൾ ക്യാഷ് ഒന്നെങ്കിൽ ക്യാഷ് ആവാം, അല്ലെങ്കിൽ ഐറ്റംസ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. ക്യാഷാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് എന്ന് പറയുമ്പോൾ സാധനങ്ങൾ, ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന സാധനം. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ലാൻഡ് നമുക്ക് ക്യാഷാക്കി മാറ്റാം, ബിൽഡിങ് വിറ്റുകൊണ്ട് ക്യാഷാക്കാം, ഗോൾഡ് വിറ്റുകൊണ്ട് ക്യാഷാക്കാം. ഇങ്ങനെ ക്യാഷാക്കാൻ പറ്റുന്ന ഐറ്റങ്ങളൊക്കെ പറയുന്ന പേരാണ് അസറ്റ്. അപ്പോൾ സിമ്പിളായിട്ടുള്ള മീനിങ് ആണ് നമ്മൾ പഠിച്ചത്. ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന വസ്തുക്കളെയോ പറയുന്ന പേരാണ് അസറ്റ്. അസറ്റ്സ് ആർ തിങ്സ്. അസറ്റുകൾ എന്ന് പറയുമ്പോൾ വസ്തുക്കളാണ്. ഓർ വാല്യൂ അല്ലെങ്കിൽ മൂല്യമാണ്. ഓൺഡ് ബൈ ദ ബിസിനസ്. ഒരു ബിസിനസ് ഓൺഡ് എന്ന് പറഞ്ഞാൽ ഓൺഡ് എന്നുള്ള വാക്കിന് അർത്ഥം ഉടമസ്ഥതയിലുള്ള. ഒരു ബിസിനസ്സിൻ്റെ ഉടമസ്ഥതയിലുള്ള വസ്തുക്കളെയോ മൂല്യങ്ങളെയോ ആണ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അസറ്റിന് നമ്മൾ 2 ഡെഫിനിഷനാണ് പഠിച്ചത്. ഒന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന വസ്തുക്കളെയോ പറയുന്ന പേരാണ് അസറ്റ്. ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന വസ്തുക്കളെയോ പറയുന്ന പേരാണ് അസറ്റ്. അല്ലെങ്കിൽ പറയാം ഒരു ബിസിനസ്സിൻ്റെ ഉടമസ്ഥതയിലുള്ള വസ്തുക്കളെയോ മൂല്യങ്ങളെയോ പറയുന്ന പേരാണ് അസറ്റ്. അസറ്റിന് നിരവധി എക്സാമ്പിളുകൾ ഇപ്പോൾ പറഞ്ഞു. ലാൻഡ്, ബിൽഡിങ്, ഫർണിച്ചർ, വെഹിക്കിൾ, ഇതെല്ലാം എന്തിന് ഉദാഹരണങ്ങളാണ്? അസറ്റുകൾക്ക് എക്സാമ്പിളാണ്. അപ്പോൾ
ക്യാഷും ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന വസ്തുക്കളെയുമാണ് അസറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു ബിസിനസ്സിൻ്റെ ഉടമസ്ഥതയിലുള്ള മൂല്യമുള്ള അല്ലെങ്കിൽ വസ്തുക്കളെയൊക്കെ നമ്മൾ പറയുന്ന പേരാണ് അസറ്റ്. ഉദാഹരണങ്ങൾ പറഞ്ഞു. ഇനി അസറ്റുകളെ പൊതുവെ 4ആയി തരംതിരിച്ചിട്ടുണ്ട്. 4 ടൈപ്പിൽ പെട്ട അസറ്റുകളുണ്ട്. ഒന്ന് ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്, വേസ്റ്റിംഗ് അസറ്റ്, ഫിക്റ്റീഷ്യസ് അസറ്റ്. ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്, വേസ്റ്റിംഗ് അസറ്റ്, ഫിക്റ്റീഷ്യസ് അസറ്റ്. ഇങ്ങനെ 4 ടൈപ്പിലുള്ള അസറ്റുകളാണുള്ളത്. ഓരോന്നിനെയും സംബന്ധിച്ച് നമ്മൾ പഠിക്കുക വേണം. അപ്പോൾ എന്താണ് അസറ്റ് എന്നാണ് ഇത്രയും സമയം പറഞ്ഞത്. ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന വസ്തുക്കളോ ആണ് അസറ്റ്. അല്ലെങ്കിൽ പറയാം ഒരു ബിസിനസ്സിൻ്റെ ഉടമസ്ഥതയിലുള്ള മൂല്യമുള്ള വസ്തുക്കളെ പറയുന്ന പേരാണ് അസറ്റ്. അസറ്റുകൾ 4 ടൈപ്പിലാണുള്ളത്. ഫിക്സഡ്, കറണ്ട്, വേസ്റ്റിംഗ്, ഫിക്റ്റീഷ്യസ്. ഇതിലാദ്യത്തേതാണ് ഫിക്സഡ് അസറ്റ്. എന്താണ് ഫിക്സഡ് അസറ്റ് എന്നാണ് വാക്കിലെ അർത്ഥത്തിൽ തന്നെ ഉണ്ട് എന്താണ് ഫിക്സഡ് അസറ്റ് എന്നത്. ഫിക്സഡ് എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം എന്താണ്? സ്ഥിരം അല്ലേ? ഫിക്സഡ് എന്ന് പറഞ്ഞാൽ സ്ഥിരം. അപ്പോൾ സ്ഥിരമായി ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങുന്ന വസ്തു. ഇപ്പോൾ ഒരു ബിസിനസ് ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ ആ ബിസിനസ്സിൽ സ്ഥിരമായി ഉപയോഗിക്കാൻ കുറേ സാധനങ്ങൾ വാങ്ങും. അതിന് ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഒരു ലാൻഡ് വാങ്ങിയിട്ടുണ്ടാവും. ആ ലാൻഡിനകത്ത് ബിസിനസ് നടത്താൻ വേണ്ടി ഒരു ബിൽഡിംഗ് വെച്ചിട്ടുണ്ടാവും. ബിൽഡിങ്ങിനകത്ത് കുറേ ഫർണിച്ചർ വെച്ചിട്ടുണ്ടാവും അല്ലേ? ഫർണിച്ചറിൻ്റെ പുറമെ കുറേ ഇലക്ട്രോണിക് സാധനങ്ങൾ വെച്ചിട്ടുണ്ടാവും, മെഷീനുകൾ വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ എന്താണ്? സ്ഥിരം ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിയതാണ്. ഇതൊക്കെ എന്താണ്? അപ്പോൾ അസറ്റുകളാണ്. അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഒരു അരിക്കടയാണെങ്കിൽ പല ടൈപ്പിലുള്ള അരികൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതൊക്കെ ഫിക്സഡ് അസറ്റ് ആവുമോ? സ്ഥിരമായിട്ട് അവിടെ വെക്കാൻ വേണ്ടി വാങ്ങുന്നതാണോ? അല്ലല്ലോ. അതൊക്കെ വിറ്റ് ക്യാഷാക്കാൻ വേണ്ടി വാങ്ങുന്നതല്ലേ. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ അടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെയുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ വസ്തുക്കൾ എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങുന്നതുമുണ്ട്, അല്ലാത്തതും ഉണ്ട്. ഇത്തരത്തിൽ സ്ഥിരമായി ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിയതിനെ പറയുന്ന പേരാണ് ഫിക്സഡ് അസറ്റ്. ഈ അസറ്റ്സ് വിച്ച് ആർ പർച്ചേസ്ഡ് ഫോർ ലോങ് യൂസ്. ദീർഘകാലം ഉപയോഗിക്കുന്നതിന് വേണ്ടി വാങ്ങിയിട്ടുള്ള അസറ്റുകളെ പറയുന്ന പേരാണ് ഫിക്സഡ് അസറ്റ്. ഉദാഹരണം ലാൻഡുകൾ, ബിൽഡിങ്, ഫർണിച്ചർ, വെഹിക്കിൾ. ലാൻഡ്, ബിൽഡിങ്, ഫർണിച്ചർ, വെഹിക്കിൾ. ഇപ്പോൾ ലാൻഡ്, ഭൂമി. ആ ബിസിനസ് എത്രയും കാലം നിലനിൽക്കുന്നോ ആ ഭൂമി അത്രയും കാലം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരിക്കും. ബിൽഡിങ്ങും അതേപോലെ തന്നെ എത്ര കാലം ബിസിനസ് നടത്തുന്നോ ആ ബിൽഡിങ്ങിലായിരിക്കും ബിസിനസ് നടത്തുന്നുണ്ടാവുക. ഫർണിച്ചർ, അവിടെ സ്ഥിരമായി ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിയ ഫർണിച്ചർ ആ ബിസിനസ് നിലനിൽക്കുന്നിടത്തോളം കാലം അല്ലെങ്കിൽ ആ ഫർണിച്ചറിൻ്റെ ആയുസ് പൂർത്തീകരിക്കുന്നത് വരെ ഫർണിച്ചർ അവിടെ ഉണ്ടായിരിക്കും. ആ ബിസിനസ്സിലേക്ക് അതിൻ്റെ ആവശ്യാർത്ഥം വാങ്ങിയിട്ടുള്ള വെഹിക്കിൾസ് എന്ന് പറയുന്ന വാഹനങ്ങൾ അതവിടെ സ്ഥിരമായിട്ട് ഉപയോഗിച്ചു കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് സ്ഥിരമായി യൂസിന് വേണ്ടി വാങ്ങുന്ന അസറ്റുകൾ. ഇതിനെയാണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. ഫിക്സഡ് അസറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 2. ഫിക്സഡ് അസറ്റുകളെ വീണ്ടും 2ആയി തരംതിരിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്നാണ് വന്നത് അസറ്റ് അല്ലേ? അസറ്റിനെ 4ആയി തരംതിരിച്ചു. അതൊന്നാണ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റിനെ വീണ്ടും 2ആയി തരംതിരിക്കുകയാണ്. ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റും ഇൻടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റും. ടാഞ്ചിബിളും ഇവിടെ കാണാം ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റും, രണ്ടാമത്തത് ഇൻടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റും. ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റ്, ഇൻടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റ്. അപ്പോൾ അതിലാദ്യത്തത് എന്താണ്? അപ്പോൾ അസറ്റുകളെ 4ആയി തരംതിരിച്ചു. അതിൽ ഒന്നാമത്തേത് ഫിക്സഡ് അസറ്റ്. ആ ഫിക്സഡ് അസറ്റിനെ വീണ്ടും 2ആയി തരംതിരിച്ചു. ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റും ഇൻടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റും. ടാഞ്ചിബിൾ എന്താണ്? ടാഞ്ചിബിൾ വാക്കിന് മീനിങ് ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ ടച്ച് ആൻഡ് സീൻ, കാണാനും തൊടാനും പറ്റുന്നത്. ചില അസറ്റുകളെ നമുക്ക് കാണാൻ പറ്റും, തൊടാൻ പറ്റും. ലാൻഡ് നമുക്ക് കാണാൻ സാധിക്കും, തൊടാൻ സാധിക്കും. ബിൽഡിംഗ് അതുപോലെ തന്നെ, ഫർണിച്ചറും അതുപോലെ തന്നെയാണ് അല്ലേ? വെഹിക്കിൾ അതുപോലെ തന്നെ കാണാനും തൊടാനും പറ്റുന്ന അസറ്റുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അസറ്റുകളെ പറയുന്ന പേരാണ് ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റ്. അസറ്റ് വിച്ച് ക്യാൻ ബി ടച്ച് ആൻഡ് സീൻ ഈസ് നോൺ ആസ് ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റ്. കാണാനും തൊടാനും പറ്റുന്ന അസറ്റുകളെ പറയുന്ന പേരാണ് ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റ്. ഉദാഹരണം ലാൻഡ്, ബിൽഡിങ്, ഫർണിച്ചർ, വെഹിക്കിൾ. ലാൻഡ്, ബിൽഡിങ്, ഫർണിച്ചർ, വെഹിക്കിൾ. അപ്പോൾ അസറ്റുകൾ 4ആയി തരംതിരിച്ചു. അതിലൊന്നാമത്തെ ഫിക്സഡ് അസറ്റാണ്. ഫിക്സഡ് അസറ്റിനെ വീണ്ടും 2ആയി തരംതിരിച്ചു. ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റും ഇൻടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റും. അതിലാദ്യത്തേതാണ് ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റ്. അതിന് ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റിനെ വീണ്ടും 2ആയി തരംതിരിച്ചിട്ടുണ്ട്. ടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റിനെ വീണ്ടും 2ആയി തരംതിരിച്ചു. മൂവബിളും ഇമ്മൂവബിളും. മൂവബിൾ ഫിക്സഡ് അസറ്റ്, ഇമ്മൂവബിൾ ഫിക്സഡ് അസറ്റ്. ടാഞ്ചിബിളിനെ 2ആയി തരംതിരിച്ചിട്ടുണ്ട്, മൂവബിളും ഇമ്മൂവബിളും. ഈ എന്താണ് മൂവബിൾ? വാക്കിനർത്ഥം മൂവബിൾ എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ ചലിപ്പിക്കുക. നമുക്ക്
അസറ്റുകളെ അതിരിക്കുന്ന സാധനത്തിൽ നിന്ന് എടുത്തിട്ട് മാറ്റി വെക്കാനൊക്കെ ചലിപ്പിക്കാൻ പറ്റുന്ന അസറ്റാണ് മൂവബിൾ ഫിക്സ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഫർണിച്ചർ, ഏതൊരു ഫർണിച്ചർ സാധനവും അത് ഫിറ്റ് ചെയ്ത സ്ഥലത്തിൽ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് മാറ്റി വെക്കാമല്ലോ, അപ്പോൾ അത് മൂവബിൾ ആണ്. വെഹിക്കിള്, ഒരു വാഹനം ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഓടിച്ചിട്ട് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യിപ്പിച്ചൂടെ, അതും എന്താണ്, മൂവബിൾ ആണ്. അപ്പോൾ ഇത്തരത്തിൽ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന അസറ്റുകളെ പറയുന്ന പേരാണ് മൂവബിൾ ഫിക്സ്ഡ് അസറ്റ്. അങ്ങനെ പറ്റാത്തതുണ്ട്, ചലിപ്പിക്കാൻ പറ്റാത്ത, ഉദാഹരണം പറയുകയാണെങ്കിൽ ലാൻഡ്, ബിൽഡിംഗ്, ഇതൊന്നും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റൂലല്ലോ, അപ്പോൾ അത് ഇമ്മൂവബിൾ ആണ്. നോക്കുക, അസറ്റ് വിച്ച് ക്യാൻ ബി മൂവബിൾ ഈസ് നോൺ ആസ് മൂവബിൾ ഫിക്സ്ഡ് അസറ്റ്. മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നതിനെയാണ് മൂവബിൾ ഫിക്സ്ഡ് അസറ്റ് എന്ന് പറയുന്നത്. ഫർണിച്ചറും വെഹിക്കിളും. ഇമ്മൂവബിൾ അസറ്റ് വിച്ച് കനോട്ട് ബി മൂവബിൾ ഈസ് നോൺ ആസ് ഇമ്മൂവബിൾ ഫിക്സ്ഡ് അസറ്റ്. നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ സാധിക്കാത്തതിനെ പറയുന്ന പേരാണ് ഇമ്മൂവബിൾ. ഉദാഹരണം ലാൻഡും ബിൽഡിങ്ങും. അപ്പോൾ അസറ്റുകൾ 4 എണ്ണമാണ്. അതിൽ ഒന്നാമത്തെ ഫിക്സ്ഡ് അസറ്റ് എന്താണെന്ന് പറഞ്ഞു. ആ ഫിക്സ്ഡ് അസറ്റിനെ രണ്ടായി തരംതിരിച്ചു, ടാഞ്ചിബിളും ഇൻടാഞ്ചിബിളും. അതിൽ ടാഞ്ചിബിൾ എന്താണെന്ന് പറഞ്ഞു. ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ കാണാനും തൊടാനും പറ്റുന്ന അസറ്റാണ്. അതിനെ ടാഞ്ചിബിളിനെ വീണ്ടും രണ്ടായി തരംതിരിച്ചു, മൂവബിളും ഇമ്മൂവബിളും. ഇതിൽ മൂവബിൾ എന്താണെന്ന് പറഞ്ഞു, നമുക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നതാണ്. ഇമ്മൂവബിൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ മൂവ് ചെയ്യിപ്പിക്കാൻ പറ്റാത്തതാണ്. ഇനി ഫിക്സ്ഡ് അസറ്റിലെ രണ്ടാമത്തേതാണ് ഇൻടാഞ്ചിബിൾ ഫിക്സ്ഡ് അസറ്റ്. ടാഞ്ചിബിൾ ഫിക്സ്ഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ടച്ച് ആൻഡ് സീൻ, അല്ലേ, കാണാനും തൊടാനും പറ്റാതെ. അങ്ങനെ പറ്റാത്തതിനെ പറയുന്ന പേരാണ് ഇൻടാഞ്ചിബിൾ ഫിക്സ്ഡ് അസറ്റ്. കാണാനും തൊടാനും പറ്റാത്ത ഒന്നിനെ പറയുന്ന അസറ്റുകളെ പറയുന്ന പേരാണ് ഇൻടാഞ്ചിബിൾ ഫിക്സ്ഡ് അസറ്റ്. ഉദാഹരണം എന്തൊക്കെയാണ് ഇൻടാഞ്ചിബിൾ ഫിക്സ്ഡ് അസറ്റിന് ഉദാഹരണം? ഒന്ന്, നിങ്ങൾക്കറിയാം, നമ്മൾ ഒരു പെന്ന് വാങ്ങാൻ തീരുമാനിച്ചാൽ, നമ്മുടെ മാർക്കറ്റിൽ ഇഷ്ടംപോലെ പെന്നുകളുണ്ട്, റെയ്നോൾഡ്സ്, ലെക്സി, അല്ലേ, ഇങ്ങനെ പല കമ്പനിയുടെ പെന്നുകളും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ ഇതിലേത് തീരുമാനിക്കും? ഇപ്പോൾ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ലെക്സി പോയിട്ട് ചോദിച്ചു വാങ്ങും, ശരിയല്ലേ? ഇതേപോലെ തന്നെ ഒരു സോപ്പ് വാങ്ങാൻ തീരുമാനിച്ചു. കടയിൽ പോയാൽ നിങ്ങൾക്കറിയാം, ഇന്നത്തെ കാലത്ത് സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ 100 കണക്കിന് പേരിലുള്ള സോപ്പുകൾ പല കമ്പനിയുടേതുണ്ട്. എന്നാൽ നമ്മൾ എന്ത് വാങ്ങും? ഒന്നെങ്കിൽ ലെക്സ് വാങ്ങും, PS വാങ്ങും, സിന്തോൾ വാങ്ങും, ലൈഫ് ബോയ് വാങ്ങും. ഇങ്ങനെ നമ്മുടെ ആ മേഖലയിലും കുറച്ച് പേരുകളുണ്ട്. ഒരു TV വാങ്ങാൻ തീരുമാനിച്ചു, സോണി വാങ്ങാം, LG വാങ്ങാം, അല്ലേ, പാനാസോണിക് വാങ്ങാം. ഇങ്ങനെയും അവിടെയും കുറേ പേരുകളുണ്ട്. അപ്പോൾ ഏതൊരു വസ്തു എടുക്കുമ്പോഴും നമുക്ക് ചില നല്ലതെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ നല്ല ഇമേജ് തോന്നുന്ന ചില കമ്പനികളുണ്ട്. ഇത്തരത്തിലുള്ള ഇമേജിനെ പറയുന്ന പേരാണ് ഗുഡ്വിൽ. ഒരു കമ്പനിയുടെ, ഒരു സ്ഥാപനത്തിനുള്ള മതിപ്പ്, ആളുകൾക്കിടയിലുള്ള മതിപ്പിനെയാണ് ഗുഡ്വിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ഥാപനം, ഇപ്പോൾ ഓർലിക്സ് എന്ന് പറയുന്ന കമ്പനി, നമ്മൾ അത്തരത്തിലുള്ള ഒരു ഡ്രിങ്ക്സ് വാങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഓർലിക്സ് വാങ്ങും, അല്ലെങ്കിൽ ബൂസ്റ്റ് വാങ്ങും. അപ്പോൾ ആ കമ്പനിയോട് നമുക്കൊരു ഇമേജ് ഉണ്ട്, അല്ലേ? അപ്പോൾ അത് ആ കമ്പനിയെ സംബന്ധിച്ച് ഗുഡ്വിലാണ്. ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ ഇമേജ്, ഒരു സ്ഥാപനത്തിൻ്റെ ഇമേജിനെ പറയുന്ന പേരാണ് ഗുഡ്വിൽ. നല്ല ഇമേജുള്ള സ്ഥാപനത്തിന് നല്ല കച്ചവടം ഉണ്ടാവും. ഒരു മൊബൈൽ വാങ്ങാൻ തീരുമാനിച്ചു, ഒന്നെങ്കിൽ ആപ്പിളിൻ്റെ മൊബൈൽ വാങ്ങും, അല്ലെങ്കിൽ സാംസങ് വാങ്ങും. അപ്പോൾ ആപ്പിൾ കമ്പനിക്ക് ആളുകളുടെ ഇടയിൽ നല്ലൊരു ഇമേജ് ഉണ്ട്, അത് അവരുടെ അസറ്റാണ്. സാംസങ് കമ്പനിക്കും അവരുടെ ആളുകളുടെ ഇടയിൽ ആ കമ്പനിയെക്കുറിച്ച് നല്ലൊരു അഭിപ്രായമുണ്ട്, അതും ആ കമ്പനിയുടെ അസറ്റാണ്. ഇത്തരത്തിലുള്ള അസറ്റിനെ വിളിക്കുന്ന പേരാണ് ഗുഡ്വിൽ. എക്സാമ്പിളാണ് പറഞ്ഞത് കേട്ടോ, ഗുഡ്വിൽ. അതായത് നമുക്കൊരിക്കലും കാണാനും തൊടാനും പറ്റില്ല, ആൾക്കാരുടെ ഇടയിലുള്ള ഒരു അഭിപ്രായമാണ്. ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിക്കും, ഇന്ന സ്ഥാപനത്തിൻ്റെ പ്രൊഡക്റ്റ് നല്ലതാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കും. അത് കേൾക്കാനേ നമുക്ക് സാധിക്കുകയുള്ളൂ, ഒരിക്കലും നമുക്ക് കാണാനും തൊടാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരു ഇൻടാഞ്ചിബിൾ ഫിക്സ്ഡ് അസറ്റിന് ഉദാഹരണമാണ് ഗുഡ്വിൽ. രണ്ടാമത്തേത് ട്രേഡ് മാർക്ക്. എന്താണ് ട്രേഡ് മാർക്ക്? ഓരോ പ്രൊഡക്റ്റിനും ഓരോ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സിമ്പലുകൾ ഉണ്ടാവാം, അല്ല പേരുകൾ ഉണ്ടാവാം. എക്സാമ്പിൾ പറഞ്ഞാൽ, സ്പോർട്സ് ഉപകരണങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ കണ്ടു കാണും, അഡിഡാസിൻ്റെ എംബ്ലം, അല്ലെങ്കിൽ നൈക്കിൻ്റെ എംബ്ലം, അല്ലെങ്കിൽ പ്യൂമയുടെ എംബ്ലം, അല്ലേ? അപ്പോൾ ഇത്തരത്തിലെ എംബ്ലങ്ങൾ, ആ എംബ്ലങ്ങളോട് നമുക്ക് വല്ലാത്തൊരു അട്രാക്ഷൻ ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു എംബ്ലം നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ആ എംബ്ലമുള്ള പ്രോഡക്റ്റുകൾ വാങ്ങും, ശരിയല്ലേ? അത് ആ കമ്പനിയുടെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്കാണ്, അത് അവരുടെ അസറ്റാണ്. ട്രേഡ് മാർക്ക് മറ്റൊരു അസറ്റാണ്. നമുക്ക് അതെന്ത് ചെയ്യാൻ സാധിക്കില്ല, കാണാനും തൊടാനും സാധിക്കാത്ത ഒന്നാണ്. ട്രേഡ് മാർക്ക് ആ സിമ്പിൾ കാണാമെന്നല്ലാതെ ആ അസറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, കാണാനും തൊടാനും പറ്റാത്തതാണ്. മറ്റൊന്ന് പാറ്റൻ്റ് ആണ്, ഒരു വസ്തു നിർമ്മിക്കാനുള്ള അവകാശം.
ലോകത്ത് നിന്ന് കാണുന്ന എല്ലാ വസ്തുക്കളും എല്ലാവർക്കും നിർമ്മിക്കാനൊന്നും അവകാശങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കറിയാം, കുറേ മുമ്പ് നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് ടച്ച് ഫോൺ ഇറക്കിയിരുന്നത് ആപ്പിൾ കമ്പനിയാണ്. അതിനുശേഷമാണ് സാംസങ് കമ്പനി ടച്ച് ഫോൺ ഇറക്കുന്നത്. ഫസ്റ്റ് ഇറങ്ങിയ ടച്ച് ഫോണാണ് ആപ്പിളിൻ്റെ ചെറിയ മൊബൈൽ ഫോൺ. അപ്പോൾ ഇത് കണ്ടതിന് ശേഷം സാംസങ് അതേ വലിപ്പത്തിൽ അതേപോലെ ഒരു ഫോൺ ഇറക്കി, ടച്ച് ഫോൺ. ഉടനെ തന്നെ ആപ്പിൾ കമ്പനി സാംസങ് കമ്പനിക്കെതിരെ പരാതി കൊടുക്കുകയാണ്. തങ്ങളുടെ നിർമ്മിക്കാനുള്ള അവകാശം ഇവർ കോപ്പി അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, നിർമ്മാണാവകാശം ഇവർ കട്ടെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കേസ് പോവുകയും അത് ആപ്പിൾ കമ്പനിക്ക് അനുകൂലമായി വരികയും ലക്ഷക്കണക്കിന് ഡോളർ സാംസങ് കമ്പനി നഷ്ടപരിഹാരം ആപ്പിളിന് കൊടുക്കേണ്ടി വന്നു. അതായത് ഏതൊരു വസ്തുവും നിർമ്മിക്കാനുള്ള അവകാശമൊന്നും ആർക്കുമില്ല. എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് കണ്ടെത്തിയാൽ അത് സർക്കാരിലേക്ക് ബന്ധപ്പെട്ട ഏജൻസിയിൽ അതിൻ്റെ പാറ്റന്റ് കിട്ടുന്നതിന് വേണ്ടി, അതിൻ്റെ നിർമ്മാണാവകാശം കിട്ടുന്നതിന് വേണ്ടി അപേക്ഷ കൊടുക്കും. അങ്ങനെ അപേക്ഷ കൊടുത്ത് നിർമ്മാണാവകാശം കിട്ടി കഴിഞ്ഞാൽ ആ വസ്തു ഉപയോഗിക്കാനുള്ള അവകാശം അവർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് വേറെ ആർക്കും ആ പ്രൊഡക്റ്റ് അതേപോലെ തയ്യാറാക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇത്തരത്തിൽ നിർമ്മിക്കാനുള്ള അവകാശം അത് കാണാനും നമുക്ക് തൊടാനും പറ്റാത്തതാണ്. അത് നിർമ്മിക്കാനുള്ള അവകാശം ഏതെങ്കിലും കമ്പനിക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് കേട്ട് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊന്നാണ് കോപ്പി റൈറ്റ്. നിങ്ങൾക്കറിയാം, കോപ്പി ചെയ്യുക എന്ന് പറഞ്ഞാൽ പകർപ്പ് അല്ലേ, പകർപ്പ് അവകാശം. നിങ്ങൾക്കറിയാലോ, സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ സിനിമയുടെ ഇറങ്ങുന്ന സമയത്ത് തിയേറ്ററുകളിൽ കളിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ CD-കളൊന്നും മാർക്കറ്റിൽ അവൈലബിൾ അല്ല, അല്ലെങ്കിൽ യൂട്യൂബ് പോലെയുള്ള മീഡിയകളിൽ അവൈലബിൾ അല്ല. അങ്ങനെ അവൈലബിൾ ആകുമ്പോൾ അതിൻ്റെ നിർമ്മാതാക്കൾ പരാതി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കേസും പ്രയാസങ്ങളൊക്കെ ആയി മാറും. ഏതൊരു വസ്തുവിൻ്റെയും കോപ്പി എടുക്കാനുള്ള അവകാശം നമുക്ക് ആർക്കുമില്ല. ഒരു ബുക്ക്, ഒരു നോവലിസ്റ്റ് ഒരു പുസ്തകം എഴുതാണ്. ആ പുസ്തകം കണ്ടിട്ട് നമുക്ക് ഇഷ്ടമാണെന്ന് തോന്നിയാൽ നമുക്ക് അതേപോലെ കഥ എഴുതിക്കൊണ്ട് അതേപോലെയുള്ള ഒരു പുസ്തകം നമുക്ക് എഴുതാൻ സാധിക്കുകയില്ല. കാരണം അത് കോപ്പി വിതരണം ചെയ്യാനുള്ള അവകാശം അദ്ദേഹത്തിന് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള കുറേ അവകാശങ്ങളൊക്കെയാണ് ഇൻടാഞ്ചിബിൾ ഫിക്സഡ് അസറ്റ്. ഒരിക്കലും കാണാനും തൊടാനും പറ്റാത്തതാണ്. വിശദമായിട്ട് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. ഈ എക്സാമ്പിളിൻ്റെ പേരുകൾ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ഗുഡ്വിൽ, ട്രേഡ് മാർക്ക്, പാറ്റൻറ്റ്, കോപ്പിറൈറ്റ്, ഇതൊക്കെയാണ് ഇൻടാഞ്ചിബിൾ അസറ്റിന് ഉദാഹരണങ്ങൾ. അപ്പോൾ നമ്മൾ അസറ്റ് എന്ന ഹെഡിങ്ങിൽ അസറ്റ് എന്താണ്, ഫിക്സഡ് അസറ്റ് എന്താണ്, ഫിക്സഡിനെ രണ്ടായി തരംതിരിച്ചു, ടാഞ്ചിബിൾ എന്താണ്, ഇൻടാഞ്ചിബിൾ എന്താണ്, ടാഞ്ചിബിളിനെ രണ്ടായി തരംതിരിച്ചതിൽ മൂവബിളും ഇമ്മൂവബിളും എന്താണ്, അതേപോലെ തന്നെ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്താണ് എന്നൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. ഇനി അസറ്റുകളുടെ ബാക്കി 3 കൂടെ ബാക്കിയുണ്ട്. കറണ്ട് അസറ്റ്, വേസ്റ്റിംഗ് അസറ്റ്, ഫിക്റ്റീസ് അസറ്റ്. അതിലാദ്യത്തേതാണ് കറണ്ട് അസറ്റ്. എന്താണ് കറണ്ട് അസറ്റ്? ആദ്യത്തെ അസറ്റ് നമ്മൾ പഠിച്ചത് ഫിക്സഡ് അസറ്റാണ്, സ്ഥിരം ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങുന്നത് അല്ലേ. എന്നാൽ സ്ഥിരം ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങാത്ത, അല്ലെങ്കിൽ എളുപ്പത്തിൽ വിറ്റ് ക്യാഷാക്കാൻ പറ്റുന്ന, കടയിലൊക്കെ സാധനങ്ങളൊക്കെ കൊടുന്ന് വെച്ചിട്ട് വേണം, അതൊക്കെ കറണ്ട് അസറ്റിന് എക്സാമ്പിളാണ്. കാരണം പെട്ടെന്ന് വിറ്റ് ക്യാഷാക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിൽ എളുപ്പം വിറ്റ് ക്യാഷാക്കാൻ പറ്റുന്ന ഐറ്റങ്ങളെ പറയുന്ന പേരാണ് കറണ്ട് അസറ്റ്. അസറ്റ് വിച്ച് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് ഈസ് നോൺ ആസ് കറണ്ട് അസറ്റ്. എളുപ്പത്തിൽ ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന അസറ്റുകളെ പറയുന്ന പേരാണ് കറണ്ട് അസറ്റ്. ഉദാഹരണം ക്യാഷ്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്. ക്യാഷുണ്ട്, സ്റ്റോക്ക് ഉണ്ട്, ഡെപ്റ്റേഴ്സ് ഉണ്ട്. ക്യാഷ് എന്ന് പറഞ്ഞാൽ പണം, സ്റ്റോക്ക് സാധനങ്ങൾ, ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ തരാനുള്ള ആൾ, സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ സാധനം വിറ്റ് ക്യാഷ് ആയിക്കൂടെ. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പണം തരാനുള്ള ആളെ കണ്ട് തരാനുള്ള പൈസ വാങ്ങിയാൽ ക്യാഷ് ആക്കിക്കൂടെ. അപ്പോൾ ഇതൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ക്യാഷ്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്. ഫിക്സഡ് അസറ്റ് പറഞ്ഞു, കറണ്ട് അസറ്റ് പറഞ്ഞു. അടുത്തത് വേസ്റ്റിംഗ് അസറ്റ്. എന്താണ് വേസ്റ്റിംഗ് അസറ്റ്? ചില അസറ്റുകളുണ്ട്, അത് ഉപയോഗിക്കും തോറും അതിൻ്റെ അളവ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഖനികൾ, ഗോൾഡ്, സിൽവർ, ഇതൊക്കെ എടുക്കുന്ന ഖനികൾ. ഈ ഖനിയിൽ നിന്നും ഗോൾഡ് കുഴിച്ചെടുക്കുകയാണ്. അവിടെ കുഴിച്ചെടുക്കുന്നതിനനുസരിച്ച് അവിടുത്തെ ഗോൾഡിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. ശരിയല്ലേ? കോറികൾ, നമ്മുടെ നാട്ടിലൊക്കെ കല്ല് വെട്ടിയെടുക്കുന്ന കരിങ്കല്ല്, അതേപോലെ തന്നെ ചെങ്കൽ കോറികളും, അതേപോലെ തന്നെ മാർബിള്, ഗ്രാനൈറ്റ് കോറികളൊക്കെ ഉണ്ട്. ഈ കോറികളിൽ നിന്നൊക്കെ ഇതൊക്കെ വെട്ടിയെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ അളവ്, മെറ്റീരിയലിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതേപോലെ മറ്റൊന്നാണ് ഓയിൽ ഫീൽഡ്, എണ്ണപ്പാടങ്ങൾ. അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ നമുക്കറിയാം ധാരാളം ഓയിൽ ഫീൽഡുകളുണ്ട്. അവിടെ നിന്നെല്ലാം ഓയിലുകൾ
കുഴിച്ചെടുക്കുന്നതിനനുസരിച്ച് അവിടുത്തെ ഓയിലിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഉപയോഗിക്കും തോറും അളവ് കുറയുന്ന അസറ്റുകളെ പറയുന്ന പേരാണ് വേസ്റ്റിംഗ് അസറ്റ്. അസറ്റ് ഇൻ വിച്ച് ദെയർ ക്വാണ്ടിറ്റി ഈസ് റെഡ്യൂസ്ഡ് ബൈ ഈസ് നോൺ ആസ് വേസ്റ്റിംഗ് അസറ്റ്. അസറ്റ് വിച്ച് ദെയർ ക്വാണ്ടിറ്റി, അസറ്റുകൾ അവയുടെ ക്വാണ്ടിറ്റി റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്, ബൈ യൂസ് ഉപയോഗിക്കും തോറും, ഈസ് നോൺ ആസ് വേസ്റ്റിംഗ് അസറ്റ്. ഉപയോഗിക്കും തോറും അളവ് കുറയുന്ന അസറ്റിനെ പറയുന്ന പേരാണ് വേസ്റ്റിംഗ് അസറ്റ്. ഉദാഹരണം മൈൻസ് എന്ന് പറഞ്ഞ ഖനികൾ, കോറികൾ, ഓയിൽ ഫീൽഡ് എണ്ണപ്പാടങ്ങൾ. ഏറ്റവും അവസാനം ഫിക്റ്റീഷ്യസ് അസറ്റ്. എന്താണ് ഫിക്റ്റീഷ്യസ് അസറ്റ്? ദി അസറ്റ് ഇൻ വിച്ച് ഹാവ് നോ വാല്യൂ, യാതൊരു മൂല്യവും ഇല്ലാത്ത അസറ്റ് ഉണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഏതൊരു ബിസിനസ്സും തന്നാലെ പൊട്ടിമുളച്ച് വരില്ലല്ലോ. ബിസിനസ് ആരംഭിക്കുമ്പോൾ തുടക്കത്തിൽ കുറേ ചിലവുകൾ ഉണ്ടാവും. ബിസിനസ്സിൻ്റെ വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറേ ചിലവുണ്ടാവും. അതിൻ്റെ രജിസ്ട്രേഷൻ, ബന്ധപ്പെട്ട അധികാരികൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറേ ചിലവുകളുണ്ടാവും. ഇതിനൊക്കെ തുടക്കത്തിൽ പ്രാരംഭകാലത്ത് വരുന്ന ചിലവിനെ പറയുന്ന പേരാണ് പ്രിലിമിനറി എക്സ്പെൻസ്. ഇവിടെ കാണാം നിങ്ങൾക്ക് എക്സാമ്പിൾ. പ്രിലിമിനറി എക്സ്പെൻസ്, പ്രിലിമിനറി എന്ന് പറഞ്ഞാൽ പ്രാരംഭ ചിലവ്. ഒരു ബിസിനസ് ആരംഭിക്കുന്ന ആദ്യഘട്ടത്തിൽ വരുന്ന ചിലവിനെ പറയുന്ന പേരാണ് പ്രിലിമിനറി എക്സ്പെൻസ്. ഇതൊരു അസറ്റാണ്, കാരണം ഈ ഒരു ചിലവുണ്ടായത് കൊണ്ടാണ് ആ ബിസിനസ് തന്നെ നിലവിലുണ്ടായത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ തുടക്കത്തിൽ കുറേ പണം ചിലവാക്കിയത് കൊണ്ട് മാത്രമാണ് ബിസിനസ് നിലവിൽ വന്നത്. അത് ആ ചിലവാക്കിയ പണം അവരെല്ലാം സംബന്ധിച്ച് ഒരു അസറ്റാണ്. അത് പ്രിലിമിനറി എക്സ്പെൻസ് എന്ന പേരിൽ അറിയപ്പെടും. പക്ഷേ അതിന് നോ വാല്യൂ, യാതൊരു മൂല്യമില്ല. ഇവർ കുറേ പൈസ ചിലവാക്കിയിട്ടുണ്ട് എന്ന് കരുതിയിട്ട് പ്രിലിമിനറി എക്സ്പെൻസ് വിറ്റിട്ട് ക്യാഷ് ആക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ ഇത്തരത്തിൽ യാതൊരു മൂല്യവും ഇല്ലാത്ത അസറ്റിനെ പറയുന്ന പേരാണ് ഫിക്റ്റീഷ്യസ് അസറ്റ്. ഈ അസറ്റ് വിച്ച് ഹാവ് നോ വാല്യൂ, യാതൊരു മൂല്യം ഉണ്ടായിരിക്കുക, പക്ഷേ ആർ ഷോൺ ഇൻ ദി ബുക്ക് ഓഫ് അക്കൗണ്ട്, ഇവ കണക്ക് ബുക്കിൽ കാണിക്കുന്നുണ്ട്. ഓൺലി ഫോർ ടെക്നിക്കൽ റീസൺ, സാങ്കേതികമായ ചില കാരണങ്ങൾ കൊണ്ട്. സച്ച് അസറ്റ് ഈസ് നോൺ ആസ് ഫിക്റ്റീഷ്യസ് അസറ്റ്. സാങ്കേതികമായ ചില കാരണങ്ങൾ കൊണ്ട് കണക്കിൽ കാണിക്കുന്ന യാതൊരു മൂല്യവുമില്ലാത്ത അസറ്റുകളെ പറയുന്ന പേരാണ് ഫിക്റ്റീഷ്യസ് അസറ്റ്. അപ്പോൾ ഏകദേശം അസറ്റ് എന്നുള്ള മെയിൻ ഹെഡിങ് നമ്മൾ പൂർത്തീകരിച്ചു. എന്താണ് അസറ്റ്? ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന ഐറ്റങ്ങളോ ആണ് അസറ്റ്. 4 തരംതിരിച്ചു. അതിൽ ഫിക്സഡ് അസറ്റ്, സ്ഥിരം ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങുന്നതാണ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റിനെ 2 തരംതിരിച്ചു, ടാഞ്ചിബിളും ഇൻടാഞ്ചിബിളും. ടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ ടച്ച് ആൻഡ് സീ, കാണാനും തൊടാനും പറ്റുന്നതാണ്. ആ ടാഞ്ചിബിളിനെ 2 തരംതിരിച്ചു, മൂവബിളും ഇമ്മൂവബിളും, ചലിപ്പിക്കാൻ പറ്റുന്നതും ചലിപ്പിക്കാൻ പറ്റാത്തതും. ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ കാണാനും തൊടാനും പറ്റാത്തതും. എക്സാമ്പിൾ ഗുഡ്വിൽ, ട്രേഡ് മാർക്ക്, പാറ്റന്റ്, കോപ്പിറൈറ്റ്. അതിന് ശേഷം കറണ്ട് അസറ്റ് നമ്മൾ പഠിച്ചു. എളുപ്പത്തിൽ ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന അസറ്റിനെ പറയുന്ന പേരാണ് കറണ്ട് അസറ്റ്. ഉദാഹരണം ക്യാഷ്, സ്റ്റോക്ക്, പർച്ചേസ്. നെക്സ്റ്റ് വേസ്റ്റിംഗ് അസറ്റ്. ഉപയോഗിക്കും തോറും അളവ് കുറഞ്ഞു വരുന്ന അസറ്റിനെ പറയുന്ന പേരാണ് വേസ്റ്റിംഗ് അസറ്റ്. അസറ്റ് ഇൻ വിച്ച് ദെയർ ക്വാണ്ടിറ്റി റെഡ്യൂസ്ഡ് ബൈ യൂസ് ഈസ് നോൺ ആസ് വേസ്റ്റിംഗ് അസറ്റ്. ഉപയോഗിക്കും തോറും അളവ് കുറയുന്ന അസറ്റിനെ പറയുന്ന പേരാണ് വേസ്റ്റിംഗ് അസറ്റ്. ഉദാഹരണം മൈനുകൾ, കോറികൾ, ഓയിൽ ഫീൽഡുകൾ. നെക്സ്റ്റ് ഫിക്റ്റീഷ്യസ് അസറ്റ്. യാതൊരു മൂല്യമില്ലാത്ത എന്നാൽ കണക്കിൽ ചില സാങ്കേതിക കാരണങ്ങളാൽ കാണിക്കുന്ന അസറ്റിനെ പറയുന്ന പേരാണ് ഫിക്റ്റീഷ്യസ് അസറ്റ്. ഉദാഹരണം പ്രിലിമിനറി എക്സ്പെൻസ്. അപ്പോൾ ഒന്നാമത്തെ ടേം നമ്മൾ പഠിച്ചു, അസറ്റ്. ഇത്രയും സമയം ഡിസ്കസ് ചെയ്തത് ഒരു ടേം പഠിക്കാനാണ്. അപ്പോൾ വളരെ വിശദമായിട്ട് തന്നെ അസറ്റിൻ്റെ ക്ലാസിഫിക്കേഷനുകളും ഉദാഹരണങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് തന്നിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ പഠിക്കുന്ന ചെറിയ വാക്കുകൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ കോംപ്ലിക്കേഷനുകളൊന്നും ഇല്ല, ജസ്റ്റ് മനസ്സിലാക്കുക മാത്രം. രണ്ടാമത് പഠിക്കേണ്ടതാണ് ക്യാപിറ്റൽ. എന്താണ് ക്യാപിറ്റൽ? ക്യാപിറ്റൽ എന്നുള്ള വാക്കിന് മീനിങ് മൂലധനം. ഏതൊരു ബിസിനസ് നടത്തണമെങ്കിലും അതിൻ്റെ തുടക്കത്തിൽ ബിസിനസ് നടത്താൻ വേണ്ടി കുറേ പണം ബിസിനസ് നടത്തുന്ന ആളുകൾ, ഉടമസ്ഥർ ഇറക്കേണ്ടി വരും. ഈ ഉടമ ബിസിനസ്സിൽ ഇറക്കുന്ന പണത്തെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ. ബിസിനസ് ആരംഭിക്കുന്നതിന് വേണ്ടിയും നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടിയും ഉടമസ്ഥൻ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന പണമാണ് ക്യാപിറ്റൽ. ഉദാഹരണം പറയാം, നമ്മളൊരു ചെറിയ ഒരു റൂമിൽ ഒരു കട ആരംഭിക്കാൻ തീരുമാനിച്ചു. നമുക്ക് എന്തൊക്കെ വേണം? ഒരു റൂം വേണം, അല്ലേ? ശരിയല്ലേ? ഒരു റൂം വേണം. ആദ്യം പോയിട്ട് റൂമിന് നമ്മൾ അഡ്വാൻസ് കൊടുക്കും. എന്നിട്ട് ആ റൂമിൽ കുറേ ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റികൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പണിക്കാരെ വിളിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കും. അതിനുശേഷം അതിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ അത് കുറച്ചും കൂടി കളർഫുള്ളാക്കുന്നതിന് വേണ്ടി
നല്ല വിലപിടിപ്പുള്ള പെയിൻറ്റുകളും മറ്റും ഉപയോഗിക്കും. അതിന് പുറമെ നമുക്ക് അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കുറേ ഉപകരണങ്ങൾ നമ്മൾ വാങ്ങും അല്ലേ. ഇതിനൊക്കെ ചിലവാണ്. പൈസ ആരെ ചിലവാക്കുക? ഉടമസ്ഥനല്ലേ. അപ്പോൾ ഈ ഉടമസ്ഥൻ ബിസിനസ്സിൽ ഇറക്കുന്ന ഈ പണത്തെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ. മണി ഓർ മണീസ് വർത്ത്, പണമോ പണത്തിൻ്റെ മൂല്യമുള്ളതോ ആവാം. ഇൻവെസ്റ്റഡ് ബൈ ദി ഓണർ ഇൻ ദി ബിസിനസ് ഈസ് നോൺ ആസ് ക്യാപിറ്റൽ. പണത്തിൻ്റെ മൂല്യമുള്ള സാധനമോ ഉടമ ബിസിനസ്സിൽ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്യാപിറ്റൽ. അപ്പോൾ സിമ്പിളായിട്ട് പറയാം, ഉടമയുടെ ബിസിനസ്സിലെ നിക്ഷേപത്തെ പറയുന്ന പേരാണ് ക്യാപിറ്റൽ. മറ്റൊന്നാണ് ഡ്രോയിങ്സ്. എന്താണ് ഡ്രോയിങ്സ്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വിഡ്രോ ചെയ്യുക അല്ലേ, വാക്ക് കേട്ടിട്ടുണ്ടാവും വിഡ്രോ ചെയ്യുക. വിഡ്രോ ചെയ്യുക എന്ന് പറഞ്ഞാൽ പിൻവലിക്കുക അല്ലെങ്കിൽ എടുക്കുക. അത് തന്നെയാണ് ഡ്രോയിങ്സ്. എടുക്കുക. ഒരു ബിസിനസ് നടത്തുന്ന അതിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹത്തിന് പെട്ടെന്ന് കുറേ പണത്തിന് ആവശ്യം വന്നു. എന്ത് ചെയ്യുക? തൊട്ടടുത്തുള്ള കടയിൽ പോയിട്ട് കടം വാങ്ങാണോ ചെയ്യുക? എന്ത് ചെയ്യും? അവിടെ തന്നെ പണം ഉണ്ടാവും, അതിൽ നിന്ന് കുറച്ചെടുക്കും, ആവശ്യം കഴിഞ്ഞാൽ തിരിച്ചു വെക്കും. ഈ കട നടത്തുന്ന ആൾ വീട്ടിലെ ആവശ്യത്തിന് കടയിലുള്ള എന്തെങ്കിലും സാധനം അദ്ദേഹത്തിന് ആവശ്യം വന്നു. എന്ത് ചെയ്യും? തൊട്ടടുത്തുള്ള കടയിൽ പോയി വാങ്ങുവാനോ ചെയ്യുക? അല്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന് ഉള്ള സാധനം അവിടെ നിന്ന് എടുക്കും. പക്ഷേ ഇങ്ങനെ ക്യാഷ് എടുത്താലും സാധനം എടുത്താലും ഒക്കെ ബിസിനസ്സിൽ നിന്ന് നഷ്ടപ്പെടാണ്. ഇങ്ങനെ എടുക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡ്രോയിങ്സ്. ക്യാഷ് ഓർ ഗുഡ്സ്, പണമോ സാധനങ്ങളോ ടേക്കൺ ബൈ ദി ഓണർ, ഉടമ എടുത്താൽ ഫ്രം ദി ബിസിനസ് എന്ന് ഫോർ പേഴ്സണൽ യൂസ്, അദ്ദേഹത്തിൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഈസ് നോൺ ആസ് ഡ്രോയിങ്സ്. ഉടമസ്ഥൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി ബിസിനസ് ക്യാഷ് എടുത്താലും സാധനം എടുത്താലും അതിനെ വിളിക്കുന്ന പേരാണ് ഡ്രോയിങ്സ്. നെക്സ്റ്റ് റവന്യൂ. എന്താണ് റവന്യൂ? റവന്യൂ എന്നുള്ള വാക്കിന് അർത്ഥം വരുമാനം. ഒരു കച്ചവടക്കാരന് എന്താ ചെയ്യുക? സാധനം ഇങ്ങനെ ഉണ്ടാക്കി വിൽക്കും അല്ലെങ്കിൽ വാങ്ങിക്കൊടുന്ന് വിൽക്കും അല്ലേ. വിറ്റ് കഴിഞ്ഞാൽ വരുമാനം ഉണ്ടാവും. ഈ സാധനം വിറ്റ് കിട്ടുന്ന പണത്തെ പറയുന്ന പേരാണ് റവന്യൂ. ദി എമൗണ്ട് ഓഫ് മണി റിസീവ്ഡ്, പണം റിസീവ് ചെയ്യുന്നുണ്ട് ത്രൂ സെയിൽ ഓഫ് ഗുഡ്സ്, സാധനം വിറ്റിട്ട് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ ഈസ് നോൺ ആസ് റവന്യൂ. സാധനം വിറ്റ് കിട്ടിയ പണത്തെയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? റവന്യൂ എന്ന പേരിൽ അറിയപ്പെടുന്നത്. നെക്സ്റ്റ് എക്സ്പെൻസ്. എന്താണ് എക്സ്പെൻസ്? നമ്മൾ സാധനം വിൽക്കണമെങ്കിൽ ആദ്യം തന്നെ കട തുറന്നു വെച്ചുകൊണ്ട് സാധനം വിൽക്കാൻ കഴിയുമോ? അതുമായി ബന്ധപ്പെട്ട് കുറേ പൈസ ആദ്യം ചിലവഴിക്കൂലേ? സാധനം വാങ്ങണം, നിർമ്മിക്കണം, ആ സാധനത്തിൻ്റെ പരസ്യം ചെയ്യണം, ഇങ്ങനെ കുറേ രീതിയിൽ പണം കൊടുത്ത് ചിലവാക്കും. ഈ പണം ചിലവാക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താ? വരുമാനം കിട്ടണം അല്ലേ. വരുമാനം കിട്ടുന്നതിന് വേണ്ടി ചിലവഴിക്കുന്ന പണത്തെ വിളിക്കുന്ന പേരാണ് എക്സ്പെൻസ്. നമ്മൾ ഒരു കടയിൽ ഒരു ചാരിറ്റിയുടെ ആൾ വന്നു, കാരുണ്യ പ്രവർത്തകൻ, അദ്ദേഹത്തിന് ആരെങ്കിലും സഹായിക്കുന്നതിന് വേണ്ടി ഒരു സംഭാവനയ്ക്ക് നമ്മളെ സമീപിച്ചു. അദ്ദേഹത്തിന് ആ സംഭാവന നമ്മൾ കൊടുത്താൽ അതൊരു എക്സ്പെൻസ് അല്ല. കാരണം അങ്ങനെ ഒരു സംഭാവന കൊടുത്തത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വരുമാനം ഉണ്ടാവില്ലല്ലോ. ഇത്തരത്തിൽ വരുമാനം കിട്ടണമെന്ന ഉദ്ദേശത്തിൽ ചിലവഴിക്കുന്ന പണത്തെ മാത്രം വിളിക്കുന്ന പേരാണ് എക്സ്പെൻസ്. എമൗണ്ട് സ്പെൻഡ് ഫോർ ഏണിംഗ് റവന്യൂ. എമൗണ്ട് സ്പെൻഡ്, പണം ചിലവഴിക്കുന്നുണ്ട്. ഫോർ ഏണിംഗ് റവന്യൂ, വരുമാനം കിട്ടുന്നതിന് വേണ്ടി ഈസ് നോൺ ആസ് എക്സ്പെൻസ്. അപ്പോൾ വരവുണ്ടാകുന്നതിന് വേണ്ടി ചിലവഴിക്കുന്ന പണമാണ് എക്സ്പെൻസ്. നെക്സ്റ്റ് പർച്ചേസ്. എന്താണ് പർച്ചേസ്? പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ സാധനം വാങ്ങുക. നമ്മൾ രണ്ട് രീതിയിലാണ് വാങ്ങാറുള്ളത്. ഒന്നുകിൽ ക്യാഷ് കൊടുത്തിട്ട് വാങ്ങും, അല്ലെങ്കിൽ കടമായിട്ട് വാങ്ങും അല്ലേ. അപ്പോൾ പർച്ചേസ് രണ്ടായി തരംതിരിച്ച്. പർച്ചേസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു ടു, ക്യാഷ് പർച്ചേസ് ആൻഡ് ക്രെഡിറ്റ് പർച്ചേസ്. വാങ്ങൽ രണ്ട് തരത്തിലുണ്ട്, ക്യാഷ് പർച്ചേസും ഉണ്ട്, ക്രെഡിറ്റ് പർച്ചേസും ഉണ്ട്. നെക്സ്റ്റ് സെയിൽസ്, വിൽപ്പന. വിൽപ്പന ഇതേപോലെ തന്നെ രണ്ട് തരത്തിലാണുള്ളത്. സെയിൽസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു ടു, ക്യാഷ് സെയിൽസ് ആൻഡ് ക്രെഡിറ്റ് സെയിൽസ്. സെയിൽസിന് രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്, ക്യാഷ് സെയിൽസും ക്രെഡിറ്റ് സെയിൽസും. സാധനം വിൽക്കുന്നതിനെയാണ് സെയിൽസ് എന്ന് പറയുന്നത്. വിറ്റിട്ട് കിട്ടുന്ന പണത്തെ വിളിക്കുന്ന പേരാണ് റവന്യൂ. അത് നേരത്തെ നമ്മൾ പറഞ്ഞു. സാധനം വിറ്റിട്ട് കിട്ടുന്ന പണമാണ് റവന്യൂ. വിൽക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് സെയിൽസ്. രണ്ട് തരത്തിൽ വിൽക്കും. ഒന്നെങ്കിൽ പൈസ വാങ്ങിയിട്ട് വിൽക്കും, അല്ലെങ്കിൽ കടമായിട്ടും വിൽക്കും. നെക്സ്റ്റ് അവസാനം പഠിക്കേണ്ട രണ്ട് വാക്കുകളാണ് ഡെപ്റ്ററും ക്രെഡിറ്ററും. ഉദാഹരണ സഹിതം നിങ്ങൾ നോക്കൂ. ആരാണ് ഡെപ്റ്റർ, ആരാണ് ക്രെഡിറ്റർ? നോക്കൂ. എക്സ് സോൾഡ് ഗുഡ്സ് ടു വൈ. എക്സ് സാധനങ്ങൾ വൈക്ക് വിറ്റിട്ടുണ്ട്, കടമായിട്ടാണ് വിറ്റതെന്ന് സങ്കല്പിക്കുക. എക്സ് വൈക്ക് സാധനങ്ങൾ കടമായിട്ട് വിറ്റു. ആർക്ക് പൈസ തരാനുണ്ട്? വൈ എക്സിന് പൈസ തരാനുണ്ട് അല്ലേ. വൈ പൈസ എക്സിന് തരാനുണ്ട്. വൈയെ വിളിക്കുന്ന പേരാണ്
ഡെപ്റ്റർ. വൈ വിളിക്കുന്ന പേരാണ് ഡെപ്റ്റർ. അപ്പോൾ ആരാ ഡെപ്റ്റർ? പണം തരാനുള്ള ആൾ, എക്സിന് പൈസ തരാനുള്ള ആളല്ലേ വൈ എന്ന് പറയുന്നത്. അപ്പോൾ വൈ ഇവിടുത്തെ ഡെപ്റ്ററാണ്. ഇനി ഇപ്പോൾ നമ്മളിവിടെ നോക്കിയത് എക്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് നോക്കിയത്, എക്സിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നോക്കി. എക്സിന് പണം തരാനുള്ള ആളാണ് വൈ, അപ്പോൾ വൈ ഇവിടുത്തെ ഡെപ്റ്ററാണ്. ഇനി നമ്മളിനി വൈയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നോക്കുക. വൈ എക്സിന് പൈസ കൊടുക്കാനുണ്ട്. അപ്പോൾ വൈയെ സംബന്ധിച്ച് എക്സ് ക്രെഡിറ്ററാണ്. വൈയെ സംബന്ധിച്ച് എക്സ് ക്രെഡിറ്ററാണ്. അപ്പോൾ ഡെപ്റ്ററും ക്രെഡിറ്ററും ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു. വൈ എന്ന് പറഞ്ഞാൽ വൈ പൈസ എക്സിന് കൊടുക്കാനുള്ള ആളാണ്, തരാനുള്ള ആളാണ്. പൈസ തരാനുള്ള ആളെ പറയുന്ന പേരാണ് ഡെപ്റ്റർ. വൈയുടെ സ്ഥാനത്ത് വൈ ആണെങ്കിലോ എക്സിന് കൊടുക്കാനുണ്ട്. അപ്പോൾ എക്സ് ഇവിടുത്തെ ക്രെഡിറ്ററുമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഒരു ബിസിനസ്സിന് പണം തരാനുള്ള ആളെ പറയുന്ന പേരാണ് ഡെപ്റ്റർ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണ്, ഒരു AB എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നും അരുൺ എന്ന് പറയുന്ന ആൾ കുറച്ച് സാധനങ്ങൾ കടമായിട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അരുൺ ഇവിടുത്തെ ഡെപ്റ്ററാണ് അല്ലേ. ഇനി AB ഏതെങ്കിലും സ്ഥലത്ത് പോയിക്കൊണ്ട് കുറേ സാധനങ്ങൾ വാങ്ങിക്കൊടുത്തിട്ട് അതിൻ്റെ പൈസ കൊടുക്കാനുണ്ട്. അപ്പോൾ AB പൈസ അങ്ങോട്ട് കൊടുക്കാനുള്ള ആൾ നമ്മളെ സംബന്ധിച്ച് ക്രെഡിറ്ററാണ്. അപ്പോൾ ഒരു ബിസിനസ്സിന് തരാനും ഉണ്ടാവും കൊടുക്കാനും ഉണ്ടാവും. തരാനുള്ള ആൾ ഡെപ്റ്റർ. ഡെപ്റ്റർ ഈസ് എ പേഴ്സൺ, ഒരു വ്യക്തിയാണ്. ഹു ഓവ്സ് മണി ടു ദി ബിസിനസ്. അദ്ദേഹം ബിസിനസ്സിന് പൈസ തരാനുണ്ടാകും. ബിസിനസ്സിന് പൈസ തരാനുള്ള ആളെ പറയുന്ന പേരാണ് ഡെപ്റ്റർ. ക്രെഡിറ്റർ ഈസ് എ പേഴ്സൺ, ക്രെഡിറ്റർ ഒരു വ്യക്തിയാണ്. ടു ഹും അദ്ദേഹത്തിന് ദ ബിസിനസ് ഓവ്സ് മണി, ബിസിനസ് പൈസ കൊടുക്കാനുണ്ടാകും. അപ്പം ബിസിനസ്സിന് ഇങ്ങോട്ട് പൈസ തരാനുള്ള ആൾ ഡെപ്റ്ററും ബിസിനസ് അങ്ങോട്ട് കൊടുക്കാനുണ്ടെങ്കിൽ അദ്ദേഹത്തെ ക്രെഡിറ്റർ എന്ന് അറിയപ്പെടും. അപ്പോൾ അസറ്റ് പഠിച്ചു. അസറ്റുകളെ പലതായി തരംതിരിച്ചു. ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്, വേസ്റ്റിംഗ് അസറ്റ്, ഫിക്റ്റീസ് അസറ്റ് ഒക്കെ പറഞ്ഞു. ഫിക്സഡ് അസറ്റിനെ രണ്ടായി തരംതിരിച്ചു, ടാഞ്ചിബിളും ഇൻടാഞ്ചിബിളും പറഞ്ഞു. ടാഞ്ചിബിളിനെ വീണ്ടും തരംതിരിച്ചു, മൂവബിളും ഇമ്മൂവബിളും പറഞ്ഞു. മറ്റു അസറ്റുകൾ കറണ്ട് അസറ്റ്, വേസ്റ്റിംഗ് അസറ്റ്, ഫിക്റ്റീസ് അസറ്റ് ഡിസ്കസ് ചെയ്തു. ക്യാപിറ്റൽ, ഡ്രോയിങ്സ്, റവന്യൂ, എക്സ്പെൻസ്, പർച്ചേസ്, സെയിൽസ്, ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഇങ്ങനെ 9ഓളം വാക്കുകളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് കൺക്ലൂഡ് ചെയ്യാം. ക്യാഷാക്കി മാറ്റാൻ പറ്റുന്നതാണ് അസറ്റ്. സ്ഥിരമായി ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങുന്നതാണ് ഫിക്സഡ് അസറ്റ്. കാണാനും തൊടാനും പറ്റുന്നതാണ് ടാഞ്ചിബിള്. ചലിപ്പിക്കാൻ പറ്റുന്ന അസറ്റാണ് മൂവബിള്. ചലിപ്പിക്കാൻ പറ്റാത്തതാണ് ഇമ്മൂവബിള്. കാണാനും തൊടാനും പറ്റാത്തതാണ് ഇൻടാഞ്ചിബിൾ. അതിന് ഉദാഹരണം ഗുഡ്വിൽ, ട്രേഡ് മാർക്ക്, പാറ്റൻറ്റ്, കോപ്പിറൈറ്റ്. നമുക്ക് എളുപ്പം ക്യാഷാക്കാൻ പറ്റുന്നതാണ് കറണ്ട് അസറ്റ്. ഉപയോഗിക്കും തോറും അളവ് കുറയുന്നതാണ് വേസ്റ്റിംഗ് അസറ്റ്. യാതൊരു മൂല്യമില്ലാത്ത അസറ്റാണ് ഫിക്റ്റീസ് അസറ്റ്. ഉടമയുടെ ബിസിനസ്സിലെ നിക്ഷേപം ക്യാപിറ്റൽ. ഡ്രോയിങ്സ് എന്ന് പറയുമ്പോൾ ഉടമസ്ഥൻ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പണം എടുത്തിട്ടുണ്ടെങ്കിലോ സാധനം എടുത്തിട്ടുണ്ടെങ്കിലോ അതാണ് ഡ്രോയിങ്സ്. സാധനം വിറ്റിട്ട് കിട്ടുന്ന പണത്തെയാണ് റവന്യൂ എന്ന് വിളിക്കുക. റവന്യൂ ഉണ്ടാവാൻ വേണ്ടി ചെലവഴിക്കുന്ന പണമാണ് എക്സ്പെൻസ്. പർച്ചേസ് എന്ന് പറഞ്ഞാൽ വാങ്ങൽ രണ്ട് തരത്തിലുണ്ട്, ക്യാഷ് പർച്ചേസ് ഉണ്ട്, ക്രെഡിറ്റ് പർച്ചേസ് ഉണ്ട്. സെയിൽസ് എന്ന് പറഞ്ഞാൽ വിൽപ്പന, അതും രണ്ട് ടൈപ്പിലാണ്, ക്യാഷ് സെയിൽസും ഉണ്ട്, ക്രെഡിറ്റ് സെയിൽസും ഉണ്ട്. ഡെപ്റ്റർ, നമുക്ക് ബിസിനസ്സിന് പണം തരാനുള്ള ആളെ പറയുന്ന പേരാണ് ഡെപ്റ്റർ. ഒരു സ്ഥാപനം പണം കൊടുക്കാനുള്ള ആളെ പറയുന്ന പേരാണ് ക്രെഡിറ്റർ. അപ്പോൾ ഏകദേശം എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമുകളും നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ ടേമുകളും നിങ്ങൾ ഇവിടെ മുതൽ അങ്ങോട്ട് സ്ഥിരമായി നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണ്. അതിൻ്റേതായിട്ടുള്ള ഒരു സീരിയസിലാവുന്ന വാക്കുകളൊക്കെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയും ഓർക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതെങ്കിലും വാക്കുകളോ അതേപോലെ തന്നെ ഏതെങ്കിലും ഡെഫിനിഷനുകളോ നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അത് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഇതിലെ എല്ലാ വാക്കുകളും ഉൾക്കൊള്ളാനും പഠിക്കാനും ഓർമ്മയിൽ വെക്കാനും തയ്യാറാവുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.